നമസ്കാരം. നമ്മളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും ഒക്കെ നഷ്ടപ്പെടാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? അത് മറ്റൊന്നുമല്ല, നമ്മളിൽ ബഹുഭൂരിപക്ഷവും ജീവിക്കുന്നത് നമ്മളുടെ സമാധാനത്തിനും സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടിയല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും അവരുടെ മുമ്പിൽ നല്ല വിള ചമയാനും അവരുടെ താളത്തിനൊത്ത് തുള്ളാനുമാണ് എന്നതുകൊണ്ടാണ്. എന്നുവെച്ചാൽ നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും നമ്മൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല, മറിച്ച് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും അവരെ പ്രീതിപ്പെടുത്താനും വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നർത്ഥം. ഇത് ചിലപ്പോൾ ഗതികേട് കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ആയിരിക്കും കേട്ടോ. അതിപ്പോൾ എന്തു തന്നെ ആയാലും നമുക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആരെയൊക്കെയോ ഭയന്നാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റ് കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ജീവിത പങ്കാളിയെ, അച്ഛനെ, അമ്മയെ, സഹോദരങ്ങളെ, അയൽവാസികളെ, മതങ്ങളെ, മറ്റ് സമൂഹത്തെ എന്നിങ്ങനെ വളർച്ചയുടെ ഓരോ ഘട്ടം മുതൽ മരണം വരെ ആരെയൊക്കെയോ ഭയന്ന്, ആരെയൊക്കെയോ സന്തോഷിപ്പിക്കുവാൻ, ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത് എന്നർത്ഥം. എന്നുവെച്ചാൽ നിങ്ങളൊരു അടിമയാണ് എന്നാണ് അതിനർത്ഥം. എന്നുവെച്ച് മറ്റാരെയും അംഗീകരിക്കേണ്ടതില്ലെന്നോ അനുസരിക്കേണ്ടതില്ലെന്നോ അതുമല്ലെങ്കിൽ മറ്റാർക്കും വില നൽകേണ്ടതില്ലെന്നോ ഒന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞതിനർത്ഥം. എന്നാൽ നമ്മുടെ ജീവിതം മറ്റാർക്കോ വേണ്ടി ഹോമിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് മാറാൻ എന്താണൊരു മാർഗം? പല പല മാർഗങ്ങളുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മറ്റുള്ളവരുടെ അനിഷ്ടം നേടിയെടുക്കാനുള്ള ധൈര്യം നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളെ അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ജീവിക്കാൻ അങ്ങനെ എല്ലാവരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യമില്ല. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം അന്യായമായതൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സന്തോഷവും സമാധാനവും സംതൃപ്തിയും അംഗീകാരവും ലഭിക്കാത്ത ഒരു ജീവിതം മറ്റാർക്കൊക്കെയോ വേണ്ടി ജീവിച്ച് തീർക്കേണ്ടതില്ല എന്നർത്ഥം. എന്നാൽ മനുഷ്യർ പൊതുവെ സാമൂഹ്യ ജീവിയാണല്ലോ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കൂടെ കൂട്ടിച്ചേർന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളുടെ പല കാര്യങ്ങൾക്കും മുടക്കം സംഭവിക്കും എന്ന് നമ്മൾ ഭയക്കുന്നു. അതിൽ കുറച്ചൊക്കെ യാഥാർത്ഥ്യം ഉണ്ട് താനും കേട്ടോ. അതുകൊണ്ട് സാമൂഹ്യ ജീവിയായ മനുഷ്യന് സമൂഹത്തിൽ അംഗീകാരം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അല്ലാതെ താന്തോന്നിയായി നടക്കുക എന്നത് നല്ലതുമല്ല. എന്നാൽ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയായിരിക്കണം എന്ന് മാത്രം. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ നിരന്തരം മറ്റുള്ളവരുടെ അംഗീകാരം നേടുന്നതിന് വേണ്ടി മാത്രം ജീവിച്ചാൽ അല്ലെങ്കിൽ ശ്രമിച്ചാൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും എന്നറിയാമോ? ഒന്ന്, നമ്മളുടെ മേലുള്ള ആധികാരികത നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. നമ്മളുടെ മേൽ നമുക്ക് യാതൊരു അധികാരവും ഇല്ലാത്ത അവസ്ഥ വരും. രണ്ട്, നമ്മൾക്ക് സമ്മർദ്ദവും ആങ്സൈറ്റിയും വർദ്ധിക്കും. മറ്റുള്ളവരുടെ ഇഷ്ടവും അനിഷ്ടവും നമ്മൾ നമ്മളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാക്കി മാറ്റിയാൽ അവരുടെ ആ അനിഷ്ടവും ഇഷ്ടവും ഒക്കെ നേരാവണ്ണം പാലിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നോർത്ത് നമ്മളിൽ സമ്മർദ്ദവും ആങ്സൈറ്റിയും വർദ്ധിക്കും. മറ്റൊന്ന്, നമുക്ക് വ്യക്തിഗതമായ ദിശാബോധം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ എന്ത് സംസാരിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, എന്തൊക്കെയാണ് നമ്മളുടെ മൂല്യങ്ങൾ എന്നിങ്ങനെയൊക്കെയുള്ള വ്യക്തിപരമായ ദിശാബോധം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഈ കാര്യത്തിന് മറ്റുള്ളവരുടെ ഇഷ്ടമോ അനിഷ്ടമോ നമ്മൾ വലിയൊരു കാര്യമായി പരിഗണിച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് അനിഷ്ടമാണ് ഉണ്ടാവുന്നതെങ്കിൽ, അതുമല്ലെങ്കിൽ അവരുടെ ആ അനിഷ്ടത്തെ ഭയന്ന് നമ്മൾ ചെയ്യാൻ ഉറച്ച ആ കാര്യം ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചാൽ, അങ്ങനെ അക്കാര്യം ചെയ്യാതെ മാറ്റിവെച്ചാൽ നമ്മുടെ ദിശാബോധവും വ്യക്തിത്വവും പോയി എന്നല്ലേ അതിനർത്ഥം. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് യെല്ലോ കളർ ഡ്രസ്സ് വളരെ ഇഷ്ടമാണ് എന്ന് വിചാരിക്കുക. ആ മഞ്ഞ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നിങ്ങൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി
ഒരു മഞ്ഞ കളർ ഡ്രസ്സ് വാങ്ങി എന്നിട്ട് നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ ആ മഞ്ഞ കളർ ഡ്രസ്സിട്ട് ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒരാൾ പറയുകയാണ്, അയ്യേ ഇത് എന്ത് കളറാണ്, ഇതെന്താണ് ഈ കളർ ഡ്രസ്സ് ഇട്ടത്, ഇത് ഒട്ടും ഭംഗിയില്ല. കാരണം ആ വ്യക്തി ഒരുപക്ഷെങ്കിൽ മഞ്ഞ കളർ ഇഷ്ടമുള്ള ആളായിരിക്കില്ല. അതുമല്ലെങ്കിൽ ആ കളർ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിന് മുൻപ് ആ വ്യക്തിയോട് ആലോചിച്ചിട്ടുണ്ടാവില്ല. എന്തു തന്നെയായാലും മറ്റേയാളുടെ ആ പറച്ചിൽ ഒരു വിഷമം നിങ്ങളിൽ ഉണ്ടാക്കുന്നു എന്ന് വിചാരിച്ചോളൂ. കാരണം മറ്റൊന്നുമല്ല, ഈ കമന്റ് പറഞ്ഞിരിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് ജീവിതത്തിൽ അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ് എന്നോർക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്നത്. പക്ഷേ ആ വ്യക്തി ആര് തന്നെയായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ആ മഞ്ഞ കളർ ഡ്രസ്സ് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി വാങ്ങിയത്, അത് ധരിച്ചത്. എന്നാൽ അത് മറ്റേ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒറ്റ കാരണത്താൽ നിങ്ങൾ ആ ഡ്രസ്സ് ധരിക്കാൻ മടിക്കുന്നു എന്നിരിക്കട്ടെ. അവിടെയാണ് അതിനു പകരം നിങ്ങൾ അനിഷ്ടം സമ്പാദിക്കാൻ ശീലിക്കേണ്ടത്. അതൊന്നും സാരമില്ല, ഇത് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇത് ധരിക്കുന്നത് എന്ന് ആർജവത്തോടെ എന്നാൽ സൗമ്യമായി മറ്റേ ആളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ധൈര്യമായി മുന്നോട്ടു പോവുക എന്നത് മാത്രമേ ഉള്ളൂ. അതിനു പകരം നിങ്ങൾ ആ മറ്റേ ആളുടെ അഭിപ്രായത്തെ മാനിച്ച് നിങ്ങളുടെ ഇഷ്ടങ്ങളെ തള്ളിക്കളഞ്ഞ് ആ വസ്ത്രത്തെ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് അതിനെ ജീവിതത്തിൽ നേരമുണ്ടാവൂ എന്നർത്ഥം. എന്ന് വെച്ചാൽ ജീവിതത്തിൽ നിങ്ങളുടെ പല ഇഷ്ടങ്ങളെയും നിങ്ങൾക്ക് ഇതുപോലെ റിവേഴ്സ് ഗിയറിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ഈ ശീലം മാറ്റേണ്ടതാണ്. എന്നാൽ ഈ ശീലം മാറ്റണമെങ്കിൽ ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൻ്റെ അടിത്തട്ടിൽ പറഞ്ഞ് അല്ലെങ്കിൽ എഴുതി പതിപ്പിച്ചു വെച്ചോളൂ. അത് എന്താണെന്നല്ലേ? അത് മറ്റൊന്നുമല്ല, എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്നും അംഗീകരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള എന്നെ എനിക്ക് നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ഞാൻ ആരെന്നത് ഞാൻ മറന്നു പോവാനോ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ ഒരു വാക്ക്. ഈ വാക്ക് നിങ്ങൾ 1000 വട്ടം നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് ബോധിപ്പിക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തി ജീവിക്കാൻ സാധിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളായി ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളായി ജീവിക്കുമ്പോൾ എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല. അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടേണ്ട കാര്യവുമില്ലെന്നേ. ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ധൈര്യവും തൻ്റെ ഇടവും നമുക്ക് ഉണ്ടാവുകയും ചെയ്യണം. ഇത് അഹങ്കാരമല്ല, മറിച്ച് തൻ്റെ ഇടമായിരിക്കണം. എന്താണ് തൻ്റെ ഇടം? തനിക്ക് തൻ്റേതായ ഒരു ഇടമുള്ളതാണ് തൻ്റെ ഇടം. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രസ്സിൻ്റെ കാര്യം തന്നെ എടുത്താൽ, മറ്റേയാൾ മഞ്ഞ ഡ്രസ്സ് ഭംഗിയില്ല, നന്നായില്ല, ചേർച്ചയില്ല എന്ന് പറയുമ്പോൾ അത് അയാൾക്ക് ആ കളറിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണെന്നും അത് അയാളുടെ മാത്രം കാര്യമാണെന്നും മനസ്സിലാക്കി ഭംഗിയൊന്നും സാരമില്ല, എനിക്കിത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിത് ധരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇത് തന്നെ ധരിച്ചു കൊള്ളാം എന്ന് പറയാൻ പഠിക്കണം. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം കേട്ടോ. നിങ്ങളെ ആർക്കും ഇഷ്ടമില്ലാതെയാവുന്ന അവസ്ഥയിൽ നിങ്ങളൊരു അഹങ്കാരിയായി മാറുകയോ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്ന ആളായി മാറുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം വളരെ പരുഷമായി മാറുകയോ ഒന്നും ചെയ്യണമെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഈ ഒറ്റ കാര്യം മനസ്സിലാക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടില്ല, എല്ലാവരും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടണമെന്നില്ല. അത് നിങ്ങളുടെ മാത്രം കാര്യമല്ല, ഈ ലോകത്തുള്ള എല്ലാവരുടെയും കാര്യമാണ്. അതിനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ പ്രതീകമായ മദർ തെരേസ എടുത്തു നോക്കൂ. അവരെയും പച്ചയ്ക്ക് വിമർശിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. എന്തിന്, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ എടുത്തു നോക്കൂ. അദ്ദേഹത്തെയും വളരെ നിശിതമായി വിമർശിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. അത് അവരുടെ സ്വാതന്ത്ര്യവുമാണ്. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ടോ? എന്ന് വെച്ചാൽ നിങ്ങളെയോ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയോ എല്ലാവരും ഒന്നും അംഗീകരിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യില്ല. അങ്ങനെ ചെയ്യണമെന്നുമില്ലെന്നേ. ഈ വസ്തുത, യാഥാർത്ഥ്യം അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ ചിന്തിക്കാൻ പഠിക്കണം. എല്ലാവരുടെയും അംഗീകാരവും പ്രീതിയും നേടിയെടുക്കലല്ല എൻ്റെ ജീവിത ലക്ഷ്യമെന്നും പകരം നമ്മുടേതായ ചില മൂല്യങ്ങൾ തിരഞ്ഞെടുത്ത്
ആ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്ന് നമുക്ക് വേണ്ടി കൂടി, നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയും കൂടിയാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ജീവിതത്തിൽ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതം നമ്മളാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നർത്ഥം. വാസ്തവത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത് എന്ന് മറന്നു പോവരുത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ എപ്പോഴും ജീവിക്കുന്നത് മറ്റുള്ളവർക്കൊപ്പമാണ് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നിറവേറ്റുകയല്ല നിങ്ങളുടെ ജീവിത ലക്ഷ്യം. നിങ്ങൾക്ക് എല്ലാവരുടെയും എല്ലാ പ്രതീക്ഷകളുടെയും ഒന്നും പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ പ്രതീക്ഷകളെയും പൂർത്തീകരിച്ചു തരാൻ മറ്റുള്ളവർക്കും കഴിയണമെന്നില്ല കേട്ടോ. അതും ഈ കൂട്ടത്തിൽ ഓർക്കേണ്ടതാണ്. അപ്പോൾ എന്തു വേണം? നിങ്ങളുടെ മൂല്യങ്ങളെ നിങ്ങൾ പ്രഖ്യാപിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രസ്സിന്റെ കാര്യം തന്നെ എടുക്കാം. ആദ്യമൊക്കെ നിങ്ങൾക്ക് അത്തരത്തിൽ പറയാൻ ഒരു മടിയൊക്കെ തോന്നിയേക്കാം. കാരണം നിങ്ങൾ ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞ് ശീലിച്ചിരുന്നില്ലല്ലോ. പക്ഷേ നിങ്ങൾ മടി മാറ്റിവെച്ച് അങ്ങനെ പറഞ്ഞ് ശീലിച്ചാൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ മറ്റുള്ളവർക്ക് ലഭിച്ചു തുടങ്ങും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ മൂല്യങ്ങൾ നിങ്ങൾ പ്രഖ്യാപിക്കുക എന്നതിനർത്ഥം. അത് നിങ്ങൾ ധൈര്യസമേതം ചെയ്തില്ലെങ്കിൽ ജീവിതത്തിൽ എന്നും നിങ്ങളെ ഇത്തരത്തിൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും, ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. വളരെ വിഷമത്തോടെ പറയട്ടെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ജീവിതത്തിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും മാത്രമായുള്ള ജീവിതം അവസാനിപ്പിച്ച് നിങ്ങളുടെ മൂല്യങ്ങളെ പ്രഖ്യാപിച്ച് ജീവിതത്തിൽ തൻ്റേതായ ഒരു ഇടം കണ്ടെത്തി തൻ്റെ ഇടത്തോടെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ശീലിക്കുക. നിങ്ങൾക്ക് അതിന് സാധിക്കും. അങ്ങനെ അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചുരുക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള അറിവുകൾ വീണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ, അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായോ ഇല്ലയോ എന്ന് ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണും വരെ നന്ദി, നമസ്കാരം.